ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം രൂത്തിന്റെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി രൂത്ത് 2-ാം അധ്യായം 10-ാം വാക്യം. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ആത്മസംഘർഷങ്ങളുടെ കാലമാണ് ഇത്. ചുറ്റും രോഗവും മരണവും ഭീതിയും നിറഞ്ഞു നിൽക്കുന്നു. സമാനതകളില്ലാത്ത ജീവിത അനുഭവങ്ങളിലൂടെ ലോകം കടന്നു പോകുന്നു. മരണത്തിൻ്റെ, രോഗത്തിൻ്റെ, നഷ്ടങ്ങളുടെ ഒക്കെ നടുവിലാണ് ലോകം ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു അനുഭവമാണ് രൂത്തിന്റെ പുസ്തകത്തിലും നാം കാണുന്നത്. തികഞ്ഞ നഷ്ടങ്ങളുടെയും നൊമ്പരത്തിൻ്റെയും അവസ്ഥയിൽ നിന്നും ഭർത്തൃമാതാവിനോടൊപ്പം അപരിചിതമായ ഇടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ രൂത്ത് സ്വയമേ നിർബന്ധിതയാകുന്നു. അവളൊരു സ്ത്രീയാണ്, വിധവയാണ്, കൂടാതെ അവളൊരു മോവാബ്യ പെൺകുട്ടിയുമാണ്. ഇത്തരം വിവേചനങ്ങളുടെ മധ്യത്തിലേക്ക് ഭർതൃഗൃഹത്തിലെ ദൈവത്തെ സാക്ഷി നിർത്തി ബോധപൂർവം അവൾ ഇറങ്ങി വരുന്നു. ഈ സംഭവത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അതിഥി തൊഴിലാളി സംരക്ഷിക്കപ്പെടുന്നു. രൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ് എന്ന പരാമർശം ഈ പുസ്തകത്തിൽ 3 പ്രാവശ്യം നമ്മൾ കാണുന്നു. എന്നാൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നതനുസരിച്ച്, ഒരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ഇവിടെ ഒരു മോവാബ്യനും യഹോവയുടെ സന്നിധിയിൽ പ്രവേശനമില്ല. ഈ സന്ദർഭത്തിലാണ് അതിഥി തൊഴിലാളിയായ രൂത്തിന് ബോവസ് സംരക്ഷണം നൽകുന്നത്. മാത്രമല്ല, അവളെ ഒരു തരത്തിലും ഉപദ്രവിക്കരുതെന്ന് തൻ്റെ ബാല്യക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. കാരണം ന്യായപ്രമാണപ്രകാരം പരദേശികളും വിധവകളും സംരക്ഷണത്തിന് അർഹരാണ്. ഇത്തരത്തിൽ അപരിചിതരെ സ്വീകരിക്കുന്നതിലൂടെയാണ് കൂട്ടായ്മ സമൂഹം ശക്തിപ്പെടുന്നത്. വിവേചനങ്ങൾക്ക് അതീതമായി, വേർതിരിവുകൾക്കപ്പുറമായി നമുക്ക് ഏവരെയും ചേർത്ത് നിർത്തുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട്, അന്യദേശത്ത് ഇടം നേടുന്ന രൂത്ത് അന്യദേശക്കാരിയും ബോവസ് സ്വദേശിയുമാണ്. ആ സമൂഹത്തിൽ ബോവസ് അറിയപ്പെടുന്ന വ്യക്തിയും എന്നാൽ രൂത്ത് തീരെ പരിചിതമില്ലാത്ത വ്യക്തിയുമാണ്. എന്നാൽ ബോവസിൻ്റെ ചെറുതും വലുതുമായ ഇടപെടലിലൂടെ ആരാലും അറിയപ്പെടാത്ത രൂത്തിന് പുതിയ ദേശത്തിലും തൻ്റെ തൊഴിലിടത്തിലും അഭിമാനത്തോടെ ജീവിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ബോവസ് രൂത്തിനെ വീണ്ടെടുത്ത് തൻ്റെ ഭാര്യയാക്കുന്നതിലൂടെ വിദേശിയെ സ്വദേശിയാക്കി മാറ്റുന്നു. ബോവസ് രൂത്തിനെ വീണ്ടെടുത്തതുപോലെ ക്രിസ്തുവും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെയും വീണ്ടെടുത്തു. അതിനാൽ നാമും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുകയും അവർക്കാവശ്യമായ ഇടം നൽകുകയും ചെയ്യുക. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വേർതിരിവുകൾക്കതീതമായി ഏവരെയും ചേർത്ത് നിർത്തുവാനും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരർഹിക്കുന്ന അംഗീകാരം നൽകുവാനും അങ്ങനെ ക്രിസ്തുവിൽ ഒന്നാകുന്ന അനുഭവം ഞങ്ങളിൽ സാധ്യമാക്കി തരണമേ. ആമേൻ.